150 പോത്തിറച്ചിയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ല? അതിങ്ങനെ ഈ കൂവൻ്റെലയിൽ പോന്നിട്ട് പെരയിൽ കൊണ്ടുവന്ന് വിറ്റിയുന്നത് തലയിൽ ചുമട് കൊട്ടിയിൽ വെച്ചിട്ടേ മറന്നോ? മറക്കാൻ കാലമായിട്ടില്ല അത്. എന്നിട്ട് ആ 250 ഇറച്ചിയാണ് വാങ്ങുക. 250 ഗ്രാം ഇറച്ചി. അതന്നെ 250 ഒരു 100 ഗ്രാം തെങ്ങിൻ്റെ കിടാനുള്ള സാധനം ഉണ്ടാകുക, ബാക്കി ഉണ്ടാവുള്ളൂ. എന്നാൽ അത് ചാറിച്ച 2 ദിവസത്തിനുണ്ടാവും. അതും ഒരു പത്തിരി ചുട്ടതും ചൂടുള്ള ചായയും കിട്ടിയ നമ്മൾ നോൻപറന്ന് മതിയായിരുന്നു. പിന്നെ ഒരു തറാവി കഴിഞ്ഞിട്ട് കുറച്ച് കഞ്ഞിയും അത്തായം കിട്ടിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്ന് നിങ്ങൾ ഇഫ്താറിന് പോകുന്നില്ലേ? എന്തൊക്കെയാണ് നിങ്ങളുടെ മുമ്പിലുള്ള സാധനങ്ങൾ? ആ കാലഘട്ടം നിങ്ങൾ ഓർക്കണം. അന്ന് കാര്യമായിട്ട് നല്ലൊരു ഇഫ്താർ ഭക്ഷണം ഉണ്ടാക്കൽ പുതിയാപ്പളിനെ തക്കേരിക്കണം എന്നാണ് നോൻപറക്കൽ. എന്നാൽ തന്നെ 40-50 ആളെ വിളിച്ചാൽ ചാറിന് ഒരു കോഴിയാണ്. ഒറ്റ കോഴി ഉണ്ടായാൽ 40 ആൾക്ക് ചാറ് വെക്കുന്നു നോൻപറക്കാൻ മതിയായിരുന്നു. എന്നാൽ തന്നെ വലിയ പുതുമല്ലേ ഒരു കോഴിന്റെ ചാറ് കിട്ടുക റമളാൻ മാസത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ട് 30 കൊല്ലമായിട്ടില്ല. നമ്മളൊക്കെ ഓർമ്മയിൽ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ശരിക്കും ഓർമ്മയിലുണ്ട്, അതൊന്നും മറന്നുപോയിട്ടില്ല. ആഹാരത്തിന്റെ വിഷമം കൊണ്ട് റമളാൻ അല്ലാത്ത കാലഘട്ടങ്ങളിൽ പന മുറിച്ചാല് മുതലാളിമാർ പന മുറിച്ചാലോ തൊടൂല് ഒരിക്കൽ പല ആവശ്യമുണ്ട്, അലകാക്കി കണ്ട് വായ്ക്ക് കുത്താനും മറ്റത്. എന്നാൽ അതിന്റെ ചോറ് കിട്ടാൻ വേണ്ടി പിന്നെ എന്താണ് പാളയിട്ട് വന്നുകാണ്ട് കാത്തുക്കും അതിന്റെ ചോറ് കൊണ്ടുപോകാൻ. എന്നിട്ട് അത് കൊണ്ടുപോയി ഇടിച്ച് പിഴിഞ്ഞ് കുറുക്കി പൊടിയാക്കി വിരകിയിട്ട് വിശപ്പ് മാറ്റാൻ അത് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പൂളക്കിഴങ്ങിന്റെ തൊലുണ്ടല്ലോ, 2 തൊലി ഉണ്ടാകുക. അതിന്റെ കരിന്തൊലി ഒഴിവാക്കി കാണ്ട് അതിന്റെ ഉള്ളിലുള്ള വെളുത്ത തൊലി ഇത് തളിപ്പിച്ചിട്ട് കാണ്ട് രാവിലെ ചായ കൂട്ടിയിരുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ വഴിയില്ലാഞ്ഞിട്ട് അതിന്റെ കട്ട് കളഞ്ഞു കാണ്ട് അല്ലേ. ഉച്ചക്ക് കഞ്ഞിയാണ് കൂട്ടാന്. മഴക്കാലായാൽ സമാധാനമായി താളുണ്ടാവും, താളും തവരെയൊക്കെ ഉണ്ടാവില്ലേ. ഇതുകൊണ്ട് കൂട്ടാനുണ്ടാക്കി ഉച്ചക്ക് കഞ്ഞി നദനയിൽ വെറ്റുണ്ടാവില്ല, കഞ്ഞിയാനുണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാന്റെ ഹബീബായ റസൂൽ പറഞ്ഞ് നിങ്ങൾക്ക് സമൃദ്ധി വരും. ആ സമൃദ്ധിയിൽ നിങ്ങൾ അൽവാനു താം അൽവാനു ശറാബ് വയൽബസൂന അൽവാന സിയാബ്, അവര് വൈവിധ്യമാർന്ന വർണ്ണ സൗകുമാര്യമുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. പഴയ നിങ്ങളുടെ വസ്ത്രങ്ങൾക്ക് ഓർമ്മയില്ലായിരുന്ന? ഇവിടെ തുണി റേഷനായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. റേഷൻ പീടിയിൽ നിന്ന് തുണി മല്ല് അല്ലെ കോറന്റെ തുണിയായിട്ട്, എന്നിട്ട് അത് കിട്ടിയാൽ പെരി കൊണ്ട് തോട്ടുകൊണ്ട് പൊഴി കൊണ്ട് അലക്കി വെളുപ്പിക്കണം, എന്നെങ്കിലേ വെളുക്കുള്ളൂ. ആ ചോന്നൊരു സാധനമാണ്. അത് ഉടുത്തുകാണ്ട് നടന്നിരുന്നൊരു കാലഘട്ടം, പള്ളിയിലേക്ക് ജുമാക്ക് കൊണ്ടിരുന്നൊരു കാലഘട്ടം. നിങ്ങളെ കുട്ടികളെ ജീൻസ് നിങ്ങൾ ഒരു കാലമേ തന്നെ 4-5 കളർ ഉണ്ടാവും ജീൻസിന്റെ. എന്താണ് നമ്മളെ വൈവിധ്യം? നമ്മളെ പെൺകുട്ടികളൊക്കെ നടക്കുന്ന കാണണ്ടേ ആ ചുരിദാറിന്റെ സൗന്ദര്യം, അതിന്റെ ആ കളർ മിക്സിങ്. നമുക്കതിനെ പറ്റിയൊന്നും യാതൊരു ഐഡിയ ഇല്ല. കാരണം നമ്മളെ വരുമ്പോൾ തുണിച്ചാപ്പ് പോയി എടുക്കല്ലോ, കുട്ടികൾ തന്നെ പറഞ്ഞേക്കല്ല. റമളാനായതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ സുഖമുണ്ട്. തുണിച്ചാപ്പ് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരിടത്താണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂല. ഒരു തോർത്തുണ്ടാകണമെന്ന് വിചാരിച്ചാൽ. സുബ്ഹാനല്ലാഹ്. എൻ്റെ കുട്ടിക്കാലങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട്, റമളാൻ പകുതി കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ പത്തിരി ചൂടാനും പോലും മാന കിട്ടൂല. അസറിന് ശേഷം പത്തിരി ചൂടാൻ കിട്ടൂല. കാരണം എന്ന് പറയാൻ എനിക്ക് ഹത്തം തീർക്കാണ്ട് നിങ്ങൾ ചുട്ടോളിയാറ്. അതായത് അവർ നിശ്ചയിച്ച ഹത്തം അത് ഓതി തീർത്തിട്ട് സംസ്കാരപ്പയം നീച്ചുള്ളൂ. റമളാൻ തീരാൻ പോവുകയാണ്, ഇവിടെ ഹത്തം തീർത്തിട്ടില്ലാറ്. എത്രയോ ഹത്തങ്ങൾ അവർ 5 ഹത്തം 10 ഹത്തൊക്കെ കണക്കൂട്ടിയിട്ടുണ്ടാവും. ആ നിശ്ചിത ഹത്തം തീരാതെ റമളാൻ അവസാനം വന്നാൽ അവർ പുറത്തിറങ്ങൂല. പത്തിരി ചൂടാതിരിക്കുക ചെയ്തോട്ട് അവർ ഹത്തം തീർക്കും. ആ തലയിലും ചിന്തയിലും ഹത്തം തീർക്കലല്ലാതെ അല്ലെ അവർ നിശ്ചയിച്ച ദിക്റുകൾ ഉണ്ടാവും. 70,000 ദിക്ർ എന്നാൽ ചൊല്ലി തീർക്കുന്നിട്ടേ പിന്നെ അവിടുന്ന് എഴുന്നേൽക്കുള്ളൂ. അങ്ങനത്തെ ഒരു കാലഘട്ടം നമ്മൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേ പുതിയ ഉമ്മമാർ റമളാൻ 15 കഴിയാൻ കാത്തിക്കാണ് ഒരു കൊണ്ടോട്ടിക്ക് ഇറങ്ങാൻ. എന്നിട്ടൊരു ബാഗും തൂക്കിയിട്ട് കണ്ട് അങ്ങാടിയിൽ ഒരു തുണിഷാപ്പിന്റെ മുതലാളി എന്നോട് പറഞ്ഞ് കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാക്ക് ആ സമ്മതിക്കണില്ല പണിക്കാരെ ഈ പെണ്ണുങ്ങൾ കയറിയിട്ട്. അവർക്ക് ഷട്ടർ താത്തൻ്റെ ഒന്ന് ജുമാക്ക് പണിക്കാർക്ക് 100 ചില്ലാന സ്റ്റാഫ് ഉണ്ട്, അവിടെ 170 സ്റ്റാഫ് ഉണ്ട് ആ തുണിഷാപ്പിൽ. ഇവർക്ക് ജുമാക്ക് പോകാൻ പെണ്ണുങ്ങൾ സമ്മതിക്കുന്നില്ല. ഇറങ്ങി കൊടുക്കേണ്ടതിനുള്ളിൽ നിന്ന് തിരിയാ സ്ഥലമില്ല തുണിഷാപ്പിൽ. പെണ്ണുങ്ങൾ സ്ത്രീകളാണ് ഇത് വാങ്ങാൻ പോകുന്നത്. റമളാനിൽ കാര്യമായിട്ടുള്ള പണി അതാണ്. റമളാൻ 15 കഴിഞ്ഞാൽ പിന്നെ അങ്ങാടിയിലേക്ക് തണ്ടാൻ പോവാൻ എല്ലാവരും അവരാണ്ട് ഏൽപ്പിച്ചു കാണും. കോഴിക്കോട്ടും നാള്
ഒരു ആചാര്യ പള്ളിക്കലിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു നിങ്ങളിപ്പം ഇവിടെ നിന്നാണ് പള്ളിക്കലിരിക്കുന്നത്. മൂപ്പരൊന്നും ഒന്നല്ല, കുട്ടികളെല്ലാം കൂടി അങ്ങോട്ട് സാധനം എടുക്കാൻ വന്നിട്ടുണ്ട് കല്യാണിക്കോ അല്ലാണ്ട് വിട്ടുകാണ്ട് മൂപ്പര് പള്ളിക്ക് കയറി ഉത്തരക്കാണ്. ഓല് പോയി എടുത്താണ്ട് വന്നോട്ടെ, നോൻപറക്കാനാവുമ്പോൾ ഓലെ പുതിയ കാണ്ട് വന്നോട്ടെ, മൂപ്പര് പള്ളിക്ക് പോയി ഖുർആൻ ഓതുന്നുണ്ട്. അല്ല അപ്പം എന്താ ചെയ്യാൻ, നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ? വണ്ടി എടുത്താണ് കോഴിക്കോട്ടേക്ക് പോയിക്കാണേ, പെണ്ണുങ്ങളും കുട്ടികളെല്ലാം കൂടി ഷോപ്പിങ്ങിന്. റമദാൻ മാസമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ മാറിയിട്ട് സമൃദ്ധി വന്നപ്പോൾ ഉണ്ടായ അവസ്ഥയാണ്. റസൂലുള്ള പറഞ്ഞ ഹക്കല്ലേ, അങ്ങനത്തെ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരും. പക്ഷേ ഉലായിക ശിറാറു ഉമ്മത്തി, അതിന്റെ പിന്നിൽ കൂടി അതിനെ ആസ്വദിക്കുന്ന ആളുകൾ, അതിനെ വലിയ ആഡംബരമായി മഹിമയായി കാണുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ സമുദായത്തിലെ നാശകാരികളായിരിക്കുമെന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉലായിക ശിറാറു ഉമ്മത്തീൻ. നമ്മളിത് ആലോചിക്കണം ശരിക്ക്. ഇതൊക്കെ ആവശ്യമാണോ എന്ന് ചിന്തിക്കണം. ഇത്രയും കളറുകൾ ഇതിന് ആവശ്യമുണ്ടായിരുന്നോ, ഇത്ര നിറം ഇതിനാവശ്യമുണ്ടായിരുന്നോ ഈ ചോറിന്? ആലോചിക്കണം ശരിക്ക്. ഇത്രമാത്രം ആഡംബരപൂർണമായിരിക്കേണ്ടതുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നറിയിപ്പുകൾ നിസ്സാരമായിട്ട് നമ്മൾ കാണാം. ഇത് മുഴുവൻ ഹദീസിലുണ്ട്. നമ്മളെ ജീവിതത്തിൽ വരാൻ പോകുന്ന സകലമാന കാര്യങ്ങളും ഹബീബായ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, വല്ലാഹി വല്ലാഹി മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി വലാകിൻ അഖാഫു അലൈക്കും അൻ തുഫ്തഹ ലക്കുമുദ് ദുനിയാ കമാ ഫുതിഹത് അലാ മൻ കാന ഖബ്ലകും ഫതുനാഫിസൂ ഫീഹാ കമാ തനാഫസൂ ഫതുഹ്ലികകും. അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ പറഞ്ഞു, വല്ലാഹി മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾക്ക് മുശ്രിക്കീങ്ങളായി പോകുന്നുള്ള പേടിയൊന്നും എനിക്കില്ല എന്ന് റസൂലുള്ള പറഞ്ഞതാണ്. അതിന് ബേജാറായിക്കാണ് ഞാൻ സ്റ്റേജ് കെട്ടി നടക്കേണ്ട ആൾക്കാരൊക്കെ മുശ്രിക്കായി പോയി. റസൂലേനെ പറയണേ എനിക്ക് ആ പേടിയൊന്നുമില്ല, എന്റെ ആൾക്കാരെങ്ങനെ മുശ്രിക്കാവണമല്ലോ ഒന്നല്ല. വായ ഉറക്കുമ്പോഴേക്ക് ചെറുക്കായി പോകുന്ന സംഗതി ഒന്നും ജതിയിൽ, അത് നിങ്ങൾ ബേജാറാകണ്ട. പേടിക്കേണ്ട സംഗതി അതല്ല. മുഅ്മിനീങ്ങൾ അങ്ങനെ മുശ്രിക്കായി പോകുന്നില്ല, ഈമാൻ അവർക്കുണ്ടാവും. പക്ഷേ അവരുടെ ഈമാനിനെ നശിപ്പിക്കുന്നത് ദുന്യാവായിരിക്കുന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് എനിക്ക് പേടിയും. അല്ലാതെ നിങ്ങളൊക്കെ എന്റെ കാലശേഷം എല്ലാവരും കൂടെ മുശ്രിക്കായി പോകും എന്നുള്ള ബേജാറൊന്നും എനിക്കില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വല്ലാഹി മാ അഖാഫു അലൈക്കും തുശ്രികൂ ബഅദി വലാകിൻ അഖാഫു അലൈക്കും അൻ തുഫ്തഹ ലക്കുമുദ് ദുനിയാ, ദുനിയാവിന്റെ സമൃദ്ധിയുടെ കവാടങ്ങൾ നിങ്ങൾക്ക് തുറക്കപ്പെടുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അങ്ങനെ സംഭവിച്ചാൽ മുൻഗാമികൾക്ക് സംഭവിച്ചതുണ്ടാവും, അവർക്കും അതാണ് ഉണ്ടായത്. മുൻകഴിഞ്ഞു പോയ ആളുകൾ, അവർക്ക് അല്ലാഹു തആല ദുനിയാവിന്റെ സമൃദ്ധി തുറന്നു കൊടുത്തു. അത് തുറന്നു കൊടുത്തപ്പോൾ അവർ അതിന്റെ പുറകെയാണ്ട് ഓടി അത് കിട്ടാൻ വേണ്ടി വാരി വലിച്ചു കൂട്ടാൻ, മറ്റൊന്നും ആലോചിക്കാതെ അവസാനം അതുകൊണ്ടൊരു ഹലാക്കായി അള്ളാഹു അവർ നശിപ്പിച്ചു. എന്നതുപോലെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന്റെ പുറകിൽ കൂടും. കാരണം ഒരാൾക്ക് കിട്ടിയാൽ മറ്റവന് കിട്ടാൻ ഞാൻ മോശമല്ലേ, അപ്പൊ എനിക്കും അത് വേണം, എനിക്കിത് വേണം. അവിടെ പോലെ അത് ചെയ്തില്ലേ, അപ്പൊ എനിക്കിത് വേണം. അവിടെ ആ പര ഉണ്ടാക്കില്ല, എനിക്കും വേണം ആ ജാതിപ്പര. ആ ജാതി വണ്ടി വാങ്ങില്ല, അപ്പൊ എനിക്കും വേണം ആ ജാതി വണ്ടി. പിന്നെ അതായി ചിന്ത. പിന്നെ അത് ഉണ്ടാക്കണം. ഉണ്ടാക്കൽ എങ്ങനെ? അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കന്നെ പറഞ്ഞില്ലേ, അത് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ടായിരുന്നില്ലേ ആ പറച്ചിൽ തന്നെ. അൻസാരിയത്തുകളായ പെണ്ണുങ്ങൾ, മദീനയിലെ പെണ്ണുങ്ങൾ, അവരുടെ ഭർത്താക്കന്മാർ 2-3 ദിവസം ഒട്ടിയ വയറുമായി കഴിച്ചു കൂട്ടിയിട്ട് ഗതിയില്ലാതെ വരുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി തേടിയിട്ട് അവർ പുറത്തിറങ്ങുമ്പോൾ പോലും ആ പെണ്ണുങ്ങൾ പറയാറുണ്ടായിരുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് ഹലാലല്ലാതെ കൊണ്ടുവന്ന് തരരുത്, ഹലാലല്ലാതെ നിങ്ങൾ സമ്പാദിച്ച് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരരുത്. എന്തുകൊണ്ടെന്നാൽ ഇന്നാ നസ്ബിറു അലൽ ജൂ വ ഇന്നാ ലാ നസ്ബിറു അലൻ നാർ, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയും, പക്ഷെ നരകം സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഹലാല് കിട്ടാനെ കൊണ്ടുവന്നാൽ മതില്ലേ, വേണ്ട ഞങ്ങൾ പട്ടിണി കിടന്നോളാം. ഭാര്യമാര് പറഞ്ഞിരുന്നു. നമ്മളെ ഭാര്യമാരെന്താ പറയാ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കാണേണ്ട അയച്ചൂടിയും. പെരുന്നാളാ വരാൻ പോണത്, ഈ കുട്ടികൾക്ക് എല്ലാം കൂടി ജീൻസും സാധനങ്ങളും എടുക്കണമെങ്കിൽ തന്നെ 10-25,000 റുപ്യാണ്. ഇവിടെ പൈസ ഒന്നുമില്ലല്ലോ, എങ്ങനെയെങ്കിലും ഉണ്ടാക്കേണ്ട അയക്കാൻ. പിന്നെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് അയക്കും. ഇവൾക്കത് കിട്ടിയാൽ മതിയല്ലോ. പഴയ മാതിരി 50 റുപ്യന്റെ മണി ഓർഡർ തന്നെ കാലം ഒന്നല്ലല്ലോ. മദ്രാസിന്റെ 50 റുപ്യന്റെ മണി ഓർഡർ എന്ന് എന്തൊരു പുതുപേർന്നല്ലേ. ഇപ്പൊ വാതിലിന് മുട്ടിയിട്ട് നിങ്ങൾക്കൊരു 25 തരാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ 25 ബാഗിൽ ഇട്ടുകാണ്ട് കൊണ്ടോട്ടിക്കാണ്ട് ഇറങ്ങാൻ. അത് എവിടുന്ന് ആയാലും എങ്ങനെ ഉണ്ടായാലും വേണ്ടില്ല, അത് കിട്ടിയാൽ മതിയല്ലോ. അത്രമാത്രം നിങ്ങൾ ഈ ദുനിയാവ് നിങ്ങൾ ഹലാക്കാക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മുൻഗാമികളായ സമുദായങ്ങൾ അല്ലാഹു തആല നശിപ്പിച്ചിട്ടുണ്ട്. ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ ഖൗം ഇറം നിവാസികൾ അല്ലാഹു അവരെ നശിപ്പിച്ചില്ലേ? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ലാത്തിൽ ഇമാദ് അല്ലതീ ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്. റസൂലേ, അലം തറ കൈഫ ഫഅല റബ്ബുക, അലം തറ തങ്ങൾ കണ്ടില്ലയോ നബിയേ, കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദ് വിഭാഗത്തെ കൊണ്ട് തങ്ങളുടെ റബ്ബ് എന്താണ് ചെയ്തതെന്ന് തങ്ങൾ കണ്ടുവോ റസൂലേ? തങ്ങൾ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ അല്ലാഹു ചോദിക്കുകയാണ് തങ്ങൾ കണ്ടില്ലേന്ന്. എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ്. ആരാണ് ആദ്? ഇറം എന്ന പ്രദേശത്ത് ജീവിച്ചവരാണവര്. തൂണുണ്ടായിരുന്ന ആളുകളായിരുന്നു എന്നാണ് അല്ലാഹു തആല. തൂണിന്റെ ആൾക്കാർ. എന്താ സംഭവം അറിയോ? അവര് ആ സ്ഥലം റസൂലുള്ളാഹിന്റെ കാലത്തൊന്നും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ ഈ 992 ശേഷമാണ് ഒമാനിലാണ് ആ സ്ഥലം ഉള്ളത്. അത് യൂറോപ്യന്മാർ വന്ന് എക്സ്കവേറ്റ് ചെയ്ത് ഇപ്പൊ അതിന്റെ അടിയിൽ നിന്ന് ആ സ്ഥലം കണ്ടുപിടിച്ചു. ഒബാർ എന്നാണ് ഇപ്പൊ അതിന്റെ പേര്. ദ ലോസ്റ്റ് സിറ്റി ഓഫ് ഒബാർ. ഒബാറിലെ നഷ്ടപ്പെട്ടു പോയ നഗരം. അത് ഇപ്പോഴാണ് കിട്ടിയത്. വലിയൊരു രാജ്യം മണ്ണിന്റെ അടിയിൽ ഇപ്പൊ കുഴിച്ചെടുക്കുകയാണ്. അന്നല്ല പറഞ്ഞാണ് അവരെ കൊണ്ട് ഞാൻ ചെയ്ത് തങ്ങൾ കണ്ടോന്ന്. തങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ അള്ള പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, ഞാൻ ഇങ്ങനെയൊക്കെ അവരെ കൊണ്ട് ചെയ്തു. എന്താ ചെയ്തത്? കഠിനമായ കാറ്റാണ് ഞാൻ അവർക്ക് അയച്ചത്. കൊടുങ്കാറ്റാണ് അയച്ചത്. ഏഴ് പകൽ രാത്രിയും 8 പകലും കാറ്റാണ്ടടിച്ച് അവരുടെ തൂണുകളുണ്ടായിരുന്ന ഗംഭീരമായ തൂണുകളുണ്ടായിരുന്ന വീടുകൾ 7 ദിവസത്തെ കാറ്റിൽ മണ്ണിനടിയിലായി പോയി. ആ ജനതകൾ അത്രയും. അല്ലാഹു തആല പറയാണ്, അപ്പോഴെങ്ങാനും ചെന്ന് നോക്കുകയാണെങ്കിൽ അവരിങ്ങനെ കെടുക്കണേ കണ്ടാല് ഈ പഴയ ഈത്തപ്പനത്തോട്ടമുണ്ട്, അറേബ്യയിലൊക്കെ ചെന്നങ്ങൾ കാണും. പഴയ തോട്ടം, നശിച്ചുപോയ തോട്ടം. ആ തോട്ടത്തിൽ ചെന്നാൽ ഈത്തപ്പനന്റെ മരടിങ്ങനെ കെടുക്കുന്നുണ്ടാവും മണ്ണിൽ പൂണ്ടുകാണ്ട്. അതേമാതിരി ഇവർ കെടുക്കണേ കണ്ടിട്ട് കാന്നഹും അഅ്ജാസ് നഖലിൻ ഖാവിയ എന്ന് അല്ലാഹു തആല. എന്റെ ഉദാഹരണം വരെ അള്ള കറക്റ്റ് ചെയ്തത്. അവർ കെടുക്കണ കണ്ടാലേ എണാജാതി മനുഷ്യന്മാരാണ്. ഈത്തപ്പനന്റെ മരടിന്റെ മാതിരിയുള്ള മനുഷ്യന്മാർ, നമ്മളെ മാതിരിയുള്ള ആൾക്കാരൊന്നല്ല. എന്താണ് അവരുടെ വെയിറ്റ് എന്ന്? പക്ഷെ അള്ളാന്റെ അദാബാണ്ട് ഇറങ്ങിയിട്ട് അവരെ വെയിറ്റ് കൊണ്ട് പിടിച്ചിക്കാൻ കഴിയുമോ? ഈത്തപ്പനന്റെ മരടിങ്ങനെ മണ്ണിൽ കുത്തി കിടക്കണ മാതിരി കിടക്കുന്നുണ്ട് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. തങ്ങളന്ന് കണ്ടിക്കാണെങ്കിൽ കാണായിരുന്നു. പക്ഷെ അത് പോയി മണ്ണിനടിയിലേക്ക് പോയി, കംപ്ലീറ്റ് മണ്ണിനടിയിലേക്ക് പോയി. ഇപ്പോ അത് എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? അവർക്ക് അല്ലാഹു തആല ദുന്യാവ് കൊടുത്തതാണ്. ഒരു ഗ്രാമാണത്, ഒരു മരുപ്പച്ച. ഹൂദ് നബി അലൈഹിസ്സലാമാണ് അവരുടെ നബി. ആ ഹൂദ് നബി അലൈഹിസ്സലാം അവരിൽ ദീനി ദഅവത്ത് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അവർക്ക് അല്ലാഹു തആല നല്ല വെള്ളം കൊടുത്തിരുന്നു, കിണർ വെള്ളം. ഒന്ന്. രണ്ടാമത്തേത്, അവരുടെ നാട്ടിലാണ് അന്ന് ഏറ്റവും അധികം കുന്തിരിക്കം ഉണ്ടായിരുന്നത്. ഒരു സുഗന്ധമല്ലേ കുന്തിരിക്കം, പോയിക്കണ ഈ സാധനം. ഇതുവരെ ഷാമിലെയും പേർഷ്യയിലേക്ക് മാർക്കറ്റുകളിൽ കൊണ്ടുപോയി വിറ്റ് കണ്ടമാനം പണം കണ്ടു വന്നവർ. അപ്പൊ അത്രയും പണം ഉണ്ടായ സ്ഥിതിക്ക് ഒരു സമാധാനിച്ചല്ല. എന്നിട്ട് പോലും ഈ സൗകര്യം മുഴുവൻ ഉണ്ടായിട്ടും ഈ പച്ചവെള്ളം അതിലൂടെ പോണ കച്ചവടക്കാർ സാധുക്കളല്ലേ, ഓർക്ക് കുടിക്കാൻ കൊടുക്കാതെ അത് വിലക്ക് വിറ്റു. അവർ പൈസ ആണെന്നാണ് പച്ചവെള്ളത്തിന്. തരക്കടില്ല, അവർ സാധുക്കളാണെച്ചെങ്കിൽ അവരെ കിണറാണ് ഉപയോഗിക്കുന്നതിന്റെ തരം എന്ന് പറഞ്ഞ മര്യാദ ഉണ്ട്. ഇവർക്ക് അല്ലാഹു തആല ഈ കുന്തിരിക്കം കൊണ്ട് അങ്ങേറ്റത്തെ സമൃദ്ധി, പണത്തിന്റെ കൊഴുപ്പ് നൽകിയിട്ട് ഓർക്ക് മതിയാകണ്ടേ? എന്നിട്ട് ഈ പച്ചവെള്ളം അവർ വിറ്റിട്ട് അതിമിൽ അവർ